എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പഠിത്തവും അടുക്കളയും മണ്ണും ഇതൊക്കെ ആയിരുന്നു. ഞാൻ ഈ എപ്പിസോഡിൽ 3 മുത്തുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാം. 3 മുത്തുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് സ്കൂളുകളിൽ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പള്ളിക്കൂടങ്ങളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് സ്കൂളുകളിൽ പോകുന്ന ഒരാളാണ്. അതായത് യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗുറേഷന്, ആർട്സ് ഡേ ഇനാഗുറേഷന്, അല്ലാതെ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ വളരെ അടുത്ത സമയത്ത് ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇളമ്പള്ളൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയുള്ള SNSMHSS എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. ദേവി ഒരു ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെ ഒരു വിദ്യാരംഗം കലാവേദിയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ഞാനായിരുന്നു ഉദ്ഘാടനം പോയിരുന്നു. അന്ന് അവരൊരു ക്ലാസ് പോലെ സെറ്റ് ചെയ്തു വന്നു. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ 3 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. നമ്മൾ പറയും എടുത്തിരുന്ന് നല്ല കാണാൻ നല്ല ഗ്ലാമർ, അങ്ങനെ സത്യത്തിൽ 3 സുന്ദരന്മാരാണ് അടുത്ത് വന്നത്. ഒരാൾ ആദിത്യൻ, രണ്ടാമത്തെ ആൾ സാവിയോ, മൂന്നാമത്തെ ആൾ കാശിനാഥ്. അപ്പം 3 പേരും നല്ല ഫ്രണ്ട്സാണ്, ഭയങ്കര ഫ്രണ്ട്സാണ്. 3 പേരും നന്നായിട്ട് പഠിക്കും. ഇവർക്ക് 3 പേർക്കും ട്യൂഷനില്ല. അതാണ്, ഇവർ ട്യൂഷനേ പോകത്തില്ല. ഇവർ 3 പേരും കൂടെ മിങ്കിൾ ചെയ്തേ പഠിക്കത്തുള്ളൂ. അതിൽ ഇവർ നന്നായിട്ട് പഠിക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന കുട്ടികളിൽ ആ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, അതിൽ പെടുന്ന കുട്ടികളാണ്. ഇപ്പം ഇതിൽ വന്നത് പരിചയപ്പെടാൻ വന്നു കഴിഞ്ഞാൽ സാർ നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെല്ലുന്ന സ്കൂളുകളിലൊക്കെ നമ്മൾ നിർത്തിക്കൊണ്ട് പറയും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ആദ്യത്തേന് എൻ്റെ കാലിൽ തൊട്ടു. എനിക്ക് സാധാരണ ഈ കുട്ടികൾക്ക് എൻ്റെ കാലെ തൊടുന്നത് ഇഷ്ടമല്ല. ഞാൻ അന്നേരം അവനെ ചേർത്ത് പിടിച്ചിട്ട് മുത്തം കൊടുത്തു. സാവിയോ പിന്നെ ഈ സാവിയാണ് കുറച്ചുകൂടെ ഫേവർ. ഈ 3 പേരിലും ഫേവറേറ്റ് ആണെങ്കിൽ സാവിയാണ് കുറച്ച് കൂടുതൽ അടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് കാശിനാഥൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ അധ്യാപകർ, നല്ല കുറേ അധ്യാപകർ, അതിൽ HM, ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയ സതീഷ് സാറാണ്, സുഭാഷ് സാറാണ്, പേരിനൊരു ഡൗട്ടുണ്ട്. അപ്പം അദ്ദേഹമൊക്കെ വളരെ ക്ലോസ് ആയിട്ട് കുഞ്ഞുങ്ങളെടുത്ത് സംസാരിക്കുക, കുഞ്ഞുങ്ങളോട് ഇടപഴകുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവിടുത്തെ ഓരോ ടീച്ചർമാർ വരെ നല്ല പെരുമാറ്റവും രീതിയൊക്കെ കണ്ടിട്ട് ഞാൻ HM-ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓഫീസിലിരിക്കുമ്പോൾ ഈ 3 കുട്ടികൾ കൂടെ HM-ന്റെ റൂമിൻ്റെ ഭാഗത്ത് വന്നു നിന്നപ്പോൾ അതിൽ HM-നോട് എന്തോ കൈ കാണിച്ചു. സാവിയോ എന്ന് പറയുന്നവൻ കൈ കാണിച്ചപ്പോൾ HM സാധാരണ ഈ പിള്ളേരുടെ അടുത്തേക്ക് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലല്ല, എന്തോ മോനെ എന്ന് വെച്ച് സാറിനെ കാണാനാകോ, അവർക്ക് എന്തോ കാര്യങ്ങളുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ HM-നോട് അവിടെ അന്നേരം നിന്ന അധ്യാപകരോട് തോന്നിയ ഒരു റെസ്പെക്ട്. അന്നേരം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ സാവി വെച്ചു, സാറേ ഞങ്ങൾക്ക് നമ്പർ തരുമോ, ഞങ്ങൾ വിളിച്ചോട്ടെ, ഞങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ഈ ഫോൺ നമ്പർ മേടിച്ചിട്ട് പോയിട്ട് ഇവർ പിറ്റേന്ന് കോൺഫറൻസ് കോൾ ഇട്ട് 3 പേരും കൂടി വിളിക്കുകയാണ്. ഇതിൽ 3 പേരുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരുത്തൻ്റെ അച്ഛൻ മേസ്തിരിയാണ്, അമ്മയ്ക്ക് വീട്ടുജോലിയാണ്, വേറൊരാളുടെ അച്ഛൻ ഈ കടകളിലൊക്കെ ഈ അരി സെയിൽസിന് കൊണ്ടുവന്ന വാഹനത്തിൽ എന്തോ അങ്ങനെയാണ്, വേറൊരാളുടെ അങ്ങനെ എല്ലാം കൂലിപ്പണിക്കാരുടെ വീടുകളിലുള്ള കുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പേരൻസാണ് ഏറ്റവും കൊടുത്തു വെച്ചവർ, എന്ന് വെച്ചാൽ ഏറ്റവും ഭാഗ്യം ചെയ്തവർ എന്ന് പറയാം. കാരണം ഇതിൽ ഈ സാവിയോ ഈ ആദിത്യനും ചിത്രം വരയ്ക്കുന്ന കൂട്ടത്തിൽ അല്ല ചെറിയ കലാകാരന്മാരാണ്. ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം കുട്ടികളെ ഞാനിത് അവസാനം മനസ്സിലാവും, കേൾക്കുന്ന മക്കൾക്ക്. ഇത് കാശിനാഥ് വേറൊരു പ്രകൃതമാണ്, വെജിറ്റേറിയനാണ്. അപ്പോൾ ഇവർ 3 പേരും ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു കോമ്പറ്റീഷൻ ഉണ്ട് സാർ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അത് അങ്ങനെ സാറേ ഇങ്ങനെ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 കൂടെ കോൺഫറൻസ് കോളാണല്ലോ. അതായത് ഞാൻ ഇവരെ പരീക്ഷിക്കാൻ, ഇവരുടെ ഈ ഉള്ളിലെ ആഴം അറിയാൻ വേണ്ടിയിട്ട് കാശിനാഥൻ എന്ന് പറയുന്ന മോനുണ്ട്. ആ മോൻ പറഞ്ഞ ഒരു ഫോണിൽ കൂടെ പറയുക, അത് ഈ സാവിയോയും ആദ്യത്തിന് കേൾക്കെ തന്നെ എന്തൊരു സംഘടനയുടെ പേര് പറഞ്ഞു, സ്കൂൾ ബേസ് ചെയ്ത് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഇൻചാർജുള്ള ടീച്ചറുണ്ട്. ഞാൻ ടീച്ചറോടൊരു കാര്യം പറയാനിരിക്കുകയാണ്, സാറേ കുഴപ്പമുണ്ടോ, ഞങ്ങളുടെ ആ സംഘടനയിലെ കുട്ടികൾക്ക്, അതായത് സാറിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടി, അപ്പോൾ അവർക്ക് കൂടി കിട്ടണ്ടേ സാറേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടീച്ചറോടൊന്ന് പറയട്ടെ എന്ന് ചോദിച്ചൊരു വലിയ മനസ്സുണ്ടല്ലോ. അതിലെനിക്ക് ഇവരെ ഒന്നുകൂടി ഒന്ന് അളക്കണമെന്ന് വെച്ചോളൂ. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരും, 10 മിനിറ്റിനുള്ളിൽ എന്താണ് സ്റ്റുഡൻറ്റ്, അതിൻ്റെ എക്സ്പാൻഷൻ അല്ല ഡെഫിനിഷൻ ഉൾപ്പെടെ നിങ്ങൾ എനിക്ക് എത്തിച്ചു തരണം, നിങ്ങൾ എത്ര മിടുക്കുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ആദിത്യനിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത്, വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരുന്നതെങ്കിൽ ഇവർ 3 പേരും കൂടി ഞാൻ ഫോൺ വെച്ചതിന് ശേഷം 3 പേരും കൂടി കോൺഫറൻസ് ഇട്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ 7 മിനിറ്റിനുള്ളിൽ അവർ കണ്ടെത്തിയ ഒരു ഉത്തരമാണ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടൈം യൂസർ ടു ഡെവലപ്പ് ദി എക്സിസ്റ്റൻസ് ഫോർ ന്യൂ ടുമോറോ. സംഭവം സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഉണ്ട്. അതിന് ഡെഫിനിഷനൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞോളാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾ അപ്പോൾ കാണിച്ച ആ ഒരു 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 കഴിവുണ്ടല്ലോ, എബിലിറ്റി ഉണ്ട്, അന്നേരം അതിന് വേണ്ടിയിട്ട് എടുത്തൊരു പ്രയത്നമുണ്ട്. അതാണ് ആ സ്കൂളിൽ ആ 3 കുട്ടികൾ ഒന്നിക്കാനോ, അതുപോലെ ആ 3 കുട്ടികളെ അത്രയും അധ്യാപകർ ഇഷ്ടപ്പെടാനോ ഒക്കെ കാരണം. ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞു, ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് മക്കളെ നമ്മളുടെ പ്രവൃത്തിയും
പ്രയത്നവും നമ്മുടെ മനസ്സിൻ്റെ കാരുണ്യവും സ്നേഹവും ഒക്കെയാണ്. അല്ലാതെ പുറമേ നമ്മൾ വാരിത്തേക്കുന്നതിന് അതൊന്നും ഒരു സൗന്ദര്യമില്ല. നമ്മൾ കണ്ടില്ലേ പാവാട പോലൊക്കെ ഉടുത്ത് അവിടെയൊക്കെ വളർത്തി ഇട്ടില്ല അങ്ങോട്ട് ഞാൻ ഭയങ്കര ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതല്ല സൗന്ദര്യം. ഒരു സ്കൂളിനെ നമ്മൾ ചെല്ലുമ്പോൾ ഓർത്തു വെക്കണമെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എബിലിറ്റി, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു ഹാർഡ് വർക്ക്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു നല്ല മനസ്സ്, അവരുടെ അതായത് ഞാൻ പറഞ്ഞു, കാശിനാഥ് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ആ ക്ലാസ് മറ്റുള്ളവർക്കും കിട്ടണമല്ലോ സാർ. അപ്പോൾ അവനെ പഠിപ്പിക്കുന്ന സാറുമാരുടെ മഹത്വം എത്രമാത്രമുണ്ട്, അവൻ്റെ അച്ഛനമ്മമാരുടെ മഹത്വം. മക്കളെ, നിങ്ങൾ ആദ്യം പറയേണ്ടത്, നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് ഒരു ദോഷം ചെയ്യുമ്പോൾ ആദ്യം നാട്ടുകാർ പഠിക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരെ. അത് നിങ്ങളൊരു നന്മ ചെയ്ത് ആ നന്മ കേൾക്കാൻ പറയൂ, അവനെ വളർത്തിയ അല്ലെങ്കിൽ അവളെ വളർത്തിയ അച്ഛൻ്റെ അമ്മയുടെയും മഹത്വം എത്ര അല്ലേ, അവൻ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരും. സാവിയോയുടെയും കാശിനാഥിൻ്റെയും ആദിത്യനെയും പേര് പറഞ്ഞ് എടുത്തു പറയുന്നതിൻ്റെ കാരണം അവരുടെ അച്ഛനമ്മമാരോട് എന്നെപ്പോലെ ഒരാൾക്ക് തോന്നിയ ബഹുമാനം, സ്നേഹം, അവരോട് തോന്നുന്ന ആദരവ്, ഈ 15 വയസ്സിനുള്ളിൽ തന്നെ ഇത്രയും പക്വതയിൽ അവരെ ആക്കിയെടുക്കാൻ, അതാ സംസാരിപ്പിക്കാൻ, മിങ്കിൾ ചെയ്യാൻ ഒക്കെ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. അവർ വലിയ ഉദ്യോഗസ്ഥരൊന്നുമല്ല, സാധാരണക്കാരാണെങ്കിലും നല്ല രക്ഷകർത്താക്കളാണ്. അവിടെ തങ്ങളുടെ അച്ഛനമ്മമാരുടെ മഹത്വം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, തങ്ങളുടെ അച്ഛനമ്മമാരുടെ ജോലിയല്ല, തങ്ങളുടെ അച്ഛനമ്മമാർ ലോകത്തിലെ ഏറ്റവും വലുതാണ്, ഞങ്ങളിലൂടെ അവരും വലുതായി കാണണം, സമൂഹം അംഗീകരിക്കണമെന്ന് ആഗ്രഹിച്ച 3 മുത്തുകളെ എനിക്ക് കിട്ടി. സത്യത്തിൽ ഒരുപാട് സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് കുട്ടികളെ വിളിക്കും, പറയുകയൊക്കെ ചെയ്യും. ഇതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഞാനത് ഇമോഷണൽ ആവും, അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ, ഇത് കാണുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ഒപ്പം പേരൻസ് കാണുന്നെങ്കിൽ അവരോടും പറയാനുള്ളത്, നമ്മുടെ മക്കളെ എവിടെയെങ്കിലും ചെന്ന് നന്മ ചെയ്യാൻ മാത്രമാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ടത്. മക്കളെ, നിങ്ങളും ആലോചിക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ അച്ഛനമ്മമാരെ ബാധിച്ചിരിക്കും. അത് നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നൊരു ഒരു പ്രൗഡ് വല്ലാത്തതായിരിക്കും. മറിച്ച് നിങ്ങളൊരു തിന്മ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു ദോഷം കാണിച്ചു എന്ന് വെച്ചോ, അപ്പോൾ ആ ഒരു ദോഷം കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ HM സ്കൂളിലേക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ തലകുനിച്ചിരിക്കുന്ന അച്ഛനെ അല്ലെ അമ്മയെ അതിനുള്ള ഇട ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്ന കുട്ടികളാണ് നല്ല വിദ്യാർത്ഥികൾ. അതാണ് സ്റ്റുഡൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിനകത്ത് ഏകദേശ രൂപമൊക്കെ ഉണ്ട്, ഏകദേശമല്ല, ഏതാണ്ട് ഒരു 90% ഉണ്ട്. എന്നാലും അതിനകത്തൊരു 10% കൂടി ആഡ് ആവേണ്ടതുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാനിപ്പം ഈ കാണിച്ചതെന്ന് സാവിയെ പോലെ ഈ കാണിച്ചതെന്ന് എന്തുകൊണ്ടാണ് ഈ 3 കുട്ടികളെ കാണിച്ചതെന്ന് വെച്ചാൽ, നിങ്ങളും അവരെ പോലെ തന്നെ സുന്ദരന്മാരായി, അതുപോലെ തന്നെ പെൺകുട്ടികളായാലും അവിടെ നിങ്ങളുടെ സൗന്ദര്യം എന്താണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ വളരണം. നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ സൗന്ദര്യം ഇരിക്കുന്നത്, പ്രകൃതത്തിലാണ് ഇരിക്കുന്നത്. അത് സ്നേഹമായും കാരുണ്യമായും പുറമെ കാട്ടാൻ കഴിയുന്നിടത്താണ് മക്കളെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മഹത്വം ഉയരുന്നത്, ഒപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മഹത്വം ഉയർത്തുന്നത്. അതുകൊണ്ട് നല്ല മക്കളായി, നല്ല സ്റ്റുഡൻസായി. അപ്പം നിങ്ങളും സ്വയം ചോദിക്കണം, എന്താണ് സ്റ്റുഡൻറ്റ്, ഞാൻ എന്താണ് ഒരു സ്റ്റുഡൻറ്റ്. അതുപോലെ ഒരു പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും, ഞാനൊരു അപ്പോൾ മോനാണ് അല്ലെങ്കിൽ ഒരു മോളാണ്, എന്താണത്, ഞാൻ എങ്ങനെ ഇതുവരെ എത്തി. അപ്പോൾ നിങ്ങൾക്ക് അക്ഷരം പറഞ്ഞു തരുന്ന അധ്യാപകർ, നിങ്ങളുടെ അച്ഛനമ്മമാർ, അതുപോലെ നിങ്ങളെ സഹായിച്ചിട്ടുള്ളവർ. അപ്പം സമൂഹത്തിൽ നമ്മൾ എത്ര കണ്ട് നന്മ ചെയ്യാൻ കഴിയുന്നു. ഇപ്പം ഞാൻ ഈ 3 കുട്ടികളെ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ്. അവരുടെ ഞാൻ ബാക്കിയുള്ള ക്വാളിറ്റികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അവർ ഇച്ചിരി വരയ്ക്കാരനാണ്. പക്ഷേ ഞാൻ ഈ ഒരു സംഭവം പറയുമ്പോൾ 10 മിനിറ്റ് പറയുമ്പോൾ അതിന് 7 മിനിറ്റിനുള്ളിൽ 3 പേരും കൂടി ആൻസർ ചെയ്യാണ്. അപ്പം അവരല്ലേ യഥാർത്ഥ വജ്രങ്ങൾ, അവരുടെ അച്ഛനമ്മമാരിലെ ഏറ്റവും നല്ല അച്ഛനമ്മമാരായിട്ട് മാറുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ കാണുന്നവരിൽ ഭൂരിഭാഗം പേർക്കും അത് ആയിത്തീരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ സ്വയം തിരിച്ചറിയാൻ ഒന്ന് ശ്രമിക്കണം. എന്താണ് സ്റ്റുഡൻറ്റ് എന്നെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം, എന്താണ് പുത്രൻ, എന്താണ് പുത്രി. അതുകൊണ്ട് എത്ര കണ്ട് താഴ്മയിൽ നിൽക്കാവോ അത്ര കണ്ട് താഴ്മയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത്ര കണ്ട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഞാനിവിടെ നിർത്തുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു കാര്യവുമായി എത്തിക്കൊള്ളാം. നന്ദി.